ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ നന്നായി വായിക്കുന്നു. ദൈവമായ കർത്താവ് അവരെ സഹായിക്കാൻ വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രത്തോളം നമുക്ക് കർത്താവിൻ്റെ പാദം ാണ് പ്രിയച്ഛൻ കടന്നു വരാതിരുന്നത്. സ്തോത്രം. കടന്നു വന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. 11-ാം സങ്കീർത്തനമാണ് നാം വായിച്ചത്. 11-ാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് ആ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഒന്ന് വായിക്കാം. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ ഭക്തൻ്റെ പ്രത്യാശയാണ്. ഞാൻ യഹോവയെ എന്ത് ചെയ്തിരിക്കുന്നു? ശരണമാക്കിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നിനെയും നാം ശരണമാക്കരുത്. ശരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം. ലോകത്തിൽ പലതും നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൽ പലതിനെയും നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശരണമെന്ന് പറയുന്നത് ദൈവത്തിലാണ്. ഹല്ലേലൂയ. ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ചില ആളുകൾ വാഹനത്തിൽ അങ്ങ് കയറാൻ തുടങ്ങുമ്പോഴത്തേക്ക് വാഹനം ഓടിക്കുന്നവർ അതേ തൊട്ടൊന്ന് വണങ്ങും. ക്രെയിൻ ഓടിക്കുന്നവരും ഇതുപോലെ ഓടിക്കുന്നവരെല്ലാം അവരുടെ വാഹനത്തെ തൊട്ടൊന്ന് വണങ്ങും. എന്ന് വെച്ചാൽ അവരുടെ വിശ്വാസം അത്. കാരണം ഇത് എന്ത് ചെയ്യണം? വാഹനം അവരെ സംരക്ഷിക്കണം. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നവരല്ല. നമ്മൾ ഒരു വസ്തുവിനെയും വണങ്ങുന്നവരല്ല. നമ്മളങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മളൊരു വസ്തുവിനെയും വണങ്ങുന്നവരല്ല. നമുക്ക് തരുന്നതെല്ലാം നന്മയും നമ്മുടെ ദൈവമായ കർത്താവാണ് തരുന്നത്. ഹല്ലേലൂയ. നമുക്ക് തരുന്നതെല്ലാം ആരാണ്? ദൈവമായ കർത്താവാണ് തരുന്നത്. എല്ലാം ദൈവത്തിൽ നിന്നാണ് നമുക്ക് വരുന്നത്. വേറെ ഒരിടത്തുനിന്നും അല്ല നമുക്ക് വരുന്നത്. ഹല്ലേലൂയ. എല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ശരണം എന്തായിരിക്കണം? ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. ഈ കർത്തൃ ദിവസത്തിൽ ഒരു പുതിയ തീരുമാനത്തോടെ വേണം പോകാൻ. ഞാൻ യഹോവയെ എൻ്റെ ശരണമാക്കിയിരിക്കുന്നു. മറ്റൊന്നിനെ അല്ല, എൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ എൻ്റെ ശരണമാക്കിയിരിക്കുക. സ്തോത്രം. ആ ശരണം ഉണ്ടെങ്കിൽ ആര് എതിരാണേലും കുഴപ്പമില്ല. നമ്മുടെ ദൈവമായ കർത്താവിനെ നാം ശരണമാക്കിയാൽ നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത് പറയുകയാണ്, പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വാക്യം വായിച്ചാൽ ഇതെന്താണെന്ന് നമുക്കങ്ങ് സംശയം തോന്നും. പക്ഷികളെ നിങ്ങളുടെ പർവ്വതങ്ങളിലേക്ക് എന്ത് ചെയ്യണം? പറന്നു പോകുവിൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? അപ്പോൾ ഈ സങ്കീർത്തനക്കാരനോടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വായിച്ച് മനസ്സിലാക്കി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, രാജാവ് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഒരു ഭൃത്യൻ വന്നിരിക്കുക, ഒരു ദൂതൻ വന്നിരിക്കുക. യുദ്ധമാണ്, പ്രയാസമാണ്, എല്ലാം ശത്രുക്കളാണ്, എല്ലാം എതിരായിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത് എന്ന് അവന് സംസാരിക്കാൻ കഴിയുന്നില്ല. അവൻ്റെ വായിൽ എന്ത് ചെയ്യേണ്ട? പരിഭ്രമമുണ്ട്, അവന് പേടിയുണ്ട്. ഭയത്തോടെ അവൻ ഈ സങ്കീർത്തനക്കാരനോട് പറയുക, നീ പർവ്വതത്തിലേക്ക് ഓടി എന്ത് ചെയ്തു? രക്ഷ പ്രാപിച്ചു, അല്ലെ നിന്നെ കൊന്നുകളയും, നിന്നെ ഇല്ലായ്മ ചെയ്തു കളയും എന്നാണ് രാവിലെ കതവ് തുറന്ന് സ്തോത്രം വന്നപ്പോൾ കിട്ടിയ വാർത്ത. നമുക്കാണെങ്കിൽ മൊബൈലിൽ മെസ്സേജ് വരും, അല്ലെങ്കിൽ ഇത് വരും. ഇവിടെ അന്ന് ആളുകൾ പോയി ആ കാര്യങ്ങൾ അറിയിക്കുന്നത്. അങ്ങനെ പറയും, നിങ്ങൾ എന്നോട് പക്ഷികളെ നിങ്ങൾ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിനെന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? സ്തോത്രം. ഹല്ലേലൂയ. കാരണം അവൻ പരിഭ്രമിച്ച ഭൃത്യന്മാർ പറയുക. എന്നാൽ ഈ ഭക്തൻ്റെ ആശ്രയം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ ശരണമാക്കാതെ വല്ല കാര്യം നടക്കുമോ? ഇപ്പോഴത്തെ പ്രകൃതിയുടെ അവസ്ഥ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രകൃതിയുടെ അവസ്ഥ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം
ഹൈറേഞ്ച് ഭാഗങ്ങൾ മുഴുവനും നശിച്ച ഒരു രീതിയിലാണ്. അനേക കോടി നാശനഷ്ടങ്ങളാണ്. വാഹനങ്ങൾ നഷ്ടം, വീടിനകത്ത് വെള്ളം, പാലങ്ങൾ, പ്രയാസങ്ങളെല്ലാം. അവിടുന്ന് അങ്ങനെ വെള്ളം കയറുന്ന സ്ഥലമല്ല. 2018 വേറൊരാൾ പറഞ്ഞു കേട്ടു, ഏതാണ്ട് 1983 ഇങ്ങനെ ഒരു വെള്ളം വന്നെന്നെങ്ങാണ്ട് ഒരുത്തവൻ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. എന്താ ചെയ്യേണ്ടത്? ഉരുള് പൊട്ടുന്ന അനുഭവം. ഇതിനകത്തൊക്കെ കിടന്നുറങ്ങുന്ന ആളുകളാണ്. ആരാ സഹായിക്കുന്നത്? നമ്മുടെ സാധാ മഴയാണ്, പക്ഷേ മേഘസ്ഫോടനം പോലെ ഉണ്ടായിട്ട് ഭയങ്കരമായ അതിശക്തമായ മഴ. ഇതിൽ നിന്നൊക്കെ ആരാ കാക്കുന്നത്? ദൈവമായ കർത്താവാണ് നമ്മളെ കാക്കുന്നത്. ഈ സമയത്ത് ആരും ഹൈറേഞ്ചിലോട്ടും ഇവിടോട്ടും ടൂറ് പോകരുത് കേട്ടോ. പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. തിരിച്ചു വരാൻ വഴികളൊക്കെ ബ്ലോക്കായി പോകും. വളരെ ശ്രദ്ധിക്കണം. സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിങ്ങൾ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിനെന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എന്ത്? സ്തോത്രം. നിങ്ങളങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ ശരണമാക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ശരണമാക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും സ്തോത്രം നമ്മൾ ശരണമാക്കുന്ന ഒരുത്തൻ നമ്മെ സഹായിക്കും. നമ്മളാരും പട്ടുപോകാനുള്ളവരല്ല കേട്ടോ. നമ്മൾ പ്രശ്നങ്ങളിൽ മുങ്ങിപ്പോകാനുള്ളവരല്ല നമ്മൾ. സ്തോത്രം. പ്രശ്നങ്ങളെ അതിജീവിപ്പാനുള്ള വഴികൾ ദൈവം നമുക്ക് തുറന്നു തരും. പ്രശ്നങ്ങളെ അതിജീവിപ്പാനുള്ള വഴികൾ ദൈവമായ കർത്താവ് നമുക്ക് നൽകും. വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. അതൊന്ന് വിശ്വസിച്ചേ. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ കടന്നു വരുന്നത്. ഹല്ലേലൂയ. ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങൾ, എന്തോരം പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ കടന്നു വരുന്നത്. അതിനകത്തു നിന്ന് തരണം ചെയ്യാൻ സ്തോത്രം ഹല്ലേലൂയ ഉള്ള ബുദ്ധിമുട്ട് എന്തോരം ബുദ്ധിമുട്ടാണെന്നറിയാമോ? ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ വലിയ ടെൻഷനുള്ള ജോലിയായിരുന്നു. അപകടങ്ങൾ, പ്രയാസങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് പ്രഷറില്ലാത്ത അവിടെ ജോലി ചെയ്താൽ പ്രഷർ കയറിയത്. കാരണം അനേക ആളുകൾ മരിച്ചു. മോളിൽ നിന്ന് വീണ് മരിക്കുന്നു, ആയതുപോലെ വാഹനത്തെ അപകടത്തിൽ മരിക്കുന്നു, അതുപോലെ തന്നെ വണ്ടിക്കടിയിൽ കയറി മരിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴത്തേക്ക് നമ്മളങ്ങ് പതറിപ്പോവുക. പ്രയാസം വരുമ്പോൾ പതറിപ്പോവുക. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇതിൻ്റെയൊക്കെ മുമ്പിൽ എത്രയോ പ്രാവശ്യം ഞാൻ ജോലി നിർത്തിയതാണെന്നറിയാം. നിർത്താൻ നോക്കിയാൽ നിർത്താൻ പറ്റത്തില്ല. അതുപോലത്തെ പ്രയാസം. ഒരിക്കൽ ആണ്ടർതി യോഗത്തിന് പോകാൻ വേണ്ടി ഞാൻ അവളോട് ഒരുങ്ങി നിൽക്കാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരുത്തൻ ആക്സിഡൻ്റ് ആയത്. അവനെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയി. ഒരു 11 കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ മരിച്ചു. അന്ന് ഫോൺ സൗകര്യം ഇല്ല, ടെലിഗ്രാമാണ് അടിക്കുന്നത്. ഞാൻ ആദ്യത്തെ പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് ആദ്യത്തെ ടെലിഗ്രാം അടിച്ചു. ആ കറക്റ്റ് 12 മണി ആയപ്പോൾ, നിങ്ങളുടെ മകൻ ഒരു അപകടം വന്നു, അല്പം സീരിയസ് ആണ്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് വീണ്ടും അവിടെ ഇരിക്കുക. കുറേ കഴിഞ്ഞ് അടുത്തതടിച്ചു, ആൾ മരിച്ചു. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് നമ്മൾ ചെയ്യുമ്പം നമുക്കുണ്ടാകുന്ന പ്രയാസം, നമ്മുടെ മാനസിക അവസ്ഥ, നമ്മുടെ പ്രഷർ. ഞങ്ങളോടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചാൽ ഈ കമ്പനിയിലുള്ള എല്ലാ ആളുകളും ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടേ അവർ ജോലിക്ക് ഇറങ്ങത്തുള്ളൂ. 10,000 ജോലിക്കാർ ഓരോ കോൺട്രാക്ടേഴ്സിൻ്റെ കീഴിലുള്ളതാണ്. അപ്പോൾ അവർ എല്ലാം സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്, അൺസ്കിൽഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അന്നേരം അതിൻ്റെ ടെൻഷൻ കമ്പനിക്ക്, പിന്നെ കോമ്പൻസേഷൻ്റെ പ്രശ്നം, ഇങ്ങനെയെല്ലാം വരുമ്പോൾ മാനേജ്മെൻറ്റ് അല്പം മാറിയേ നിൽക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം വഹിച്ച് വല്ലാതായ അവസ്ഥകളുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കർത്താവിൽ ശരണമാകുക അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവിൽ ശരണമാകുന്ന സ്തോത്രം ഹല്ലേലൂയ. എൻ്റെ കാലും കൈയും ഒക്കെ വിറച്ചിട്ടുണ്ട്. പ്രയാസങ്ങൾ, തൊഴിലാളികൾ എതിരാകുക, ഇതെല്ലാം കൂടെ വരുമ്പോൾ സ്തോത്രം നമ്മളെങ്ങനെ അഭിമുഖീകരിക്കുന്നത്? ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചു പോയിട്ടുള്ളതാ. സ്തോത്രം ഹല്ലേലൂയ. അടുത്തത് 2-ാമത്തെ വാക്യം. ഇതാ ദുഷ്ടന്മാർ ഹൃദയ പരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യേണ്ടതിന് വില്ല് കുലച്ച് അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്താ കാര്യം? തൻ്റെ സ്വന്തം മകൻ പോലും തനിക്കെതിരായി നിൽക്കുന്ന അനുഭവം. നമുക്ക് പറയാൻ എളുപ്പമാണ്. സ്വന്തം മക്കള് സിംഹാസനം തട്ടിയെടുക്കാൻ, രാജസ്ഥാനം തട്ടിയെടുക്കുവാൻ, രാജാവാകുവാൻ, സ്തോത്രം, സ്വന്തം പിതാവിനെ വരെ കൊല്ലാൻ വേണ്ടി റെഡിയായിരിക്കുന്ന മക്കള്. സ്തോത്രം ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ഏത് വിധേയനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരനുഭവം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പൈശാചിക വ്യാപാരം നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും. ഹല്ലേലൂയ. നമുക്കെതിരായ ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും ഒക്കെ ആളുകൾ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതൊന്നും ഇസ്രായേലിന് എന്ത് ചെയ്യല, ഫലിക്കയില്ല, നമുക്ക് ഫലിക്കയില്ല. സ്തോത്രം. നമ്മളോട് എല്ലാവർക്കും സന്തോഷമാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും അല്ല.
സ്തോത്രം. നമ്മുടെ വീട്ടിൽ തീ പുകയുന്ന ഇഷ്ടമില്ലാത്ത ധാരാളം ആളുകളുണ്ട്, അത് മനസ്സിലാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇതാ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യേണ്ടതിന്, സ്തോത്രം, വില്ല് കുലച്ച് അസ്ത്രം ഞാണിമേൽ എന്ത് ചെയ്യുന്നു? തൊടുക്കുന്നു. ഇരുട്ടത്തായതുകൊണ്ട് മറ്റുള്ളവർക്ക് അറിയത്തില്ല. ഇരുട്ടത്തായതുകൊണ്ട് അറിയത്തില്ല. കാരണം അവൻ വില്ല് കുലച്ച് വെച്ചേക്കുന്നത് അറിയത്തില്ല. ഇവനെ എയ്യാൻ വില്ല് കുലച്ച് വെച്ചേക്കുന്നത് അറിയത്തില്ല. സ്തോത്രം. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. ആ കാര്യം അറിയത്തില്ല. സ്തോത്രം. വില്ല് കുലച്ച് അസ്ത്രം ഞാണിന്മേൽ എന്ത് ചെയ്തിരിക്കുക? തൊടുത്തിരിക്കുക. ഏത് സമയവും, സ്തോത്രം, ഹല്ലേലൂയ, ഈ അമ്പ് വരും. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്താൻ ആരാ ഉള്ളത്? നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്താൻ ആരെങ്കിലും ഉണ്ടാകുമോ? നമുക്ക് സന്തോഷവും ഉല്ലാസവും ഒക്കെ ഉള്ളപ്പം ആളുകൾ നമ്മുടെ കൂട്ട് കാണും. നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ആരും നമുക്ക് കാണത്തില്ല. പ്രിയമുള്ളവരെ ശ്രദ്ധിച്ച്, അവരെന്താ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്തെയ്യേണ്ടതിന് വില്ല് കുലച്ച് അസ്ത്രം ഞാണിന്മേൽ എന്ത് ചെയ്തിരിക്കുക? തൊടുക്കുക. അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുക, വില്ല് കുലച്ച് നിൽക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഏത് സമയവും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതയാത്രയിൽ ഇപ്പോൾ ഈ മൊബൈൽ എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതുകൊണ്ട് നമ്മൾ എങ്ങോട്ട് നീങ്ങിയാലോ മിണ്ടിയാലോ പറഞ്ഞാലോ ഇതെല്ലാം റെക്കോർഡ് വരെ ആകുന്നുണ്ട്. ഹല്ലേലൂയ. റെക്കോർഡ് വരെ ആളുകൾ ചെയ്യും. ചിലപ്പോൾ വർത്തമാനം പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വരാം, അത് റെക്കോർഡ് ചെയ്യും. നമ്മുടെ ഫോണെല്ലാം റെക്കോർഡാകുന്ന ആ ഫോണ്. അതുകൊണ്ട് ആരെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വാട്സപ്പ് കോളിലേ വിളിക്കാവുള്ളൂ. വാട്സപ്പ് കോളിൽ റെക്കോർഡാകുന്നില്ല. കാരണം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞ കാര്യത്തിലെ ഫോണ് അത് റെക്കോർഡായിട്ട് അത് നമുക്ക് തന്നെ വിനയായി തീരാൻ ഇടയായിത്തീരും. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. മൂന്നാമത്തെ വാക്യം സങ്കീർത്തനക്കാരൻ പറയുക, അടിസ്ഥാനങ്ങൾ മറഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഒരു ഭയങ്കര വാക്യാ. നീതിമാനാ, എല്ലാം കാര്യം ശരിയാ. അടിസ്ഥാനം മറിഞ്ഞു പോയാൽ പിന്നെ വല്ലതും ചെയ്യാമോ? എല്ലാം മറിഞ്ഞുപോയി, അടിസ്ഥാനം പോയി, മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. നീതിമാനായാണെങ്കിലും അവൻ്റെ വെപ്രാളത്തിൽ അവൻ പറയുക, നീതിമാൻ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ. നീതിമാൻ എന്ത് ചെയ്യും? സ്തോത്രം. വലിയ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. ഒരു പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, സ്തോത്രം, ഹല്ലേലൂയ, എന്താ ചെയ്യേണ്ടേ? സ്തോത്രം. ഹല്ലേലൂയ. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ സമയത്താണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നതുകൊണ്ട് ഏത് അടിസ്ഥാനം മറിഞ്ഞു പോയാലും ദൈവം നമ്മളെ കാക്കും. ഹല്ലേലൂയ. ഏത് അടിസ്ഥാനം മറിഞ്ഞു പോയാലും ദൈവം നമ്മളെ കാക്കാനിടയായിത്തീരും. ഹല്ലേലൂയ. ഈ ആകാശത്ത് പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആകാശത്ത് ചുഴിയുണ്ട് കേട്ടോ. ഇവിടെ വെള്ളത്തിന് ചുഴിയുള്ളതുപോലെ ആകാശത്തെ ചുഴിയുണ്ട്. ആകാശത്തിൻ്റെ ചുഴി എന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങളിൽ വായു കുറഞ്ഞ്, അതിൻ്റെ മർദ്ദം കുറഞ്ഞ് വായു ഇല്ലാതെ പോലെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് വരും. പ്ലെയിനൊക്കെ താഴോട്ട് പോരും, പ്ലെയിൻ ആടി ഒലയും. ചിലപ്പോൾ കുറേ ദൂരം വന്നിട്ട് താഴോട്ട് പോകുന്ന വഴി തന്നെ താഴോട്ട് പോരും. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എവിടെയെങ്കിലും പിടിച്ച് രക്ഷപ്പെടാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ഓർക്കും, ട്രെയിനോ കപ്പലാണേലും അല്ല പലകയിലെങ്കിലും പിടിച്ച് രക്ഷപ്പെടാമെന്ന് നോക്കാം. ഇതെവിടെ നിന്ന് രക്ഷപ്പെടും? കഴിഞ്ഞ ദിവസം ഞാനൊരു ടെക്നോളജി കണ്ടു. ഇനിയിപ്പോൾ പുതിയ പ്ലെയിൻ കുറേ കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ക്യാബിൻ മൊത്തമായിട്ട് പൈലറ്റിന് ഒരു സ്വിച്ച് ഞെക്കിയാൽ അതങ്ങ് തള്ളി വിടാൻ പറ്റും. ആ ക്യാബിൻ മൊത്തമായിട്ട് ആളുകൾ ഇരിക്കുന്ന മൊത്തമായിട്ട് പോകും. എന്നിട്ട് അതിന് വേണ്ടി വലിയ പാരച്ചൂട്ട് ക്രമീകരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. കൊച്ചു പിള്ളേരും ശ്രദ്ധിച്ചോണം കേട്ടോ. നിങ്ങൾ ടെക്നോളജി വർദ്ധിച്ച് വരേണ്ടി വരും, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം, കമ്പ്യൂട്ടർ പിള്ളേരും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് തോന്നിയത് നല്ല ഐഡിയ ആണല്ലോ എന്ന് തോന്നി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം, മാനുഷിക ബുദ്ധി എത്ര ഉണ്ടെങ്കിലും ഈ പാരച്ചൂട്ട് നിവർന്നില്ലേലും എന്തോ ചെയ്യും? സ്തോത്രം. സംഗതി പോയില്ലേ? നമ്മൾ പലരും കണ്ടിട്ടുണ്ട്, പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ വയ്യാതെ വന്ന് വെള്ളത്തിൽ ഇറക്കിയേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നേരം അതിൽ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ അവസ്ഥകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. പൊതുവായ പറമ്പുകളിൽ, എയർപോർട്ടില്ലാത്തടുത്ത് പറമ്പുകളിൽ ഇറക്കിയിരിക്കുന്ന പ്ലെയിനെ രക്ഷിച്ച ആളുകളുണ്ട്.
സ്തോത്രം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? അന്തേരമാണ് നീതിമാൻ എന്ത് ചെയ്യണം? സ്തോത്രം. അടുത്ത് പറയാ, യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, യഹോവയുടെ സിംഹാസനം അടിസ്ഥാനം മറിഞ്ഞു പോയാൽ ആ ഭക്തന്റെ ഒരു ആഗ്രഹമുണ്ട്, യഹോവ എന്നെ സഹായിക്കുന്നവൻ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ എന്തുണ്ട്? ഉണ്ട്. അവൻ എന്നെ സഹായിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വ്യാകുലപ്പെട്ടു പോവുകയോ ചഞ്ചലപ്പെട്ടു പോവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം നമ്മെ സഹായിക്കും. ദൈവം നമ്മെ സഹായിക്കും. ഏത് അടിസ്ഥാനം മറിഞ്ഞു പോയാലും അവൻ്റെ സന്നിധിയിലൊന്ന് മുട്ടുമടക്കിയാൽ, അവൻ്റെ സന്നിധിയിലൊന്ന് മുട്ടുമടക്കി 2 കൈകളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി കർത്താവിനോട് നാം ഒന്ന് പറഞ്ഞാൽ, ഏത് അടിസ്ഥാനം മറിഞ്ഞു പോയാലും അവൻ നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. ഏത് അടിസ്ഥാനം മറിഞ്ഞു പോയാലും അതാ ഭക്തൻ്റെ നിശ്ചയം. ഹല്ലേലൂയ. ഭക്തൻ പറയുക, അടിസ്ഥാനം മറിഞ്ഞു പോകട്ടെ, എന്നാലും എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്, യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട്. യഹോവ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവൻ എന്നെ സഹായിക്കുന്ന ദൈവമാണ്. അവൻ എന്നെ കരുതുന്ന ദൈവമാണ്. അവൻ എന്നെ നടത്തുന്ന ദൈവമാണ്. ഹാഗാറിനോട് ചോദിച്ചാൽ ഹാഗാറിന് പറയാൻ കഴിയും, കുട്ടിയുടെ മരണം കാണണ്ട എന്ന് വിചാരിച്ച് കുട്ടിയെ അവിടെ കിടത്തിയിട്ട് ഒരു അമ്പിൻ്റെ ദൂരം, അഥവാ അമ്പെയ്യുന്ന അത്രയും ദൂരം അവൻ മാറി നിന്ന് കരയുകയാണ്. സ്തോത്രം. എല്ലാം തീർന്നു. അടിസ്ഥാനം മറിഞ്ഞുപോയി. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ സ്വർഗത്തിൽ വസിക്കുന്നവൻ, ഹല്ലേലൂയ, സ്തോത്രം, അവളുടെ കണ്ണുനീര് കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവളുടെ കണ്ണുനീര് കാണുവാനിടയായി തീർന്നു. ദൈവം അവനെ വലിയൊരു ജാതിയാക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഇവിടുന്ന് പോകുന്ന ആളുകളെല്ലാം ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നു. സ്തോത്രം. ആരുടെ പൈസയാ? അവരെല്ലാം ഈ ഇസ്മായേലിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവരാണ്. ഹല്ലേലൂയ. അവരെ സമ്പന്നരാക്കി. അവനെ മരുഭൂമിയിൽ ആണ് അവൻ വളർന്നത്. സ്തോത്രം. മരുഭൂമിയിൽ വളരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം. മരുഭൂമിയിൽ വളരാൻ ബുദ്ധിമുട്ടാണ്. മരുഭൂമിയിലെ ആളുകൾക്ക് ദൈവം തമ്പുരാൻ കൊടുത്തിരിക്കുന്നത് ഈന്തപ്പഴമാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഈന്തപ്പഴം. നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ പ്രോട്ടീനുള്ളൊരു സാധനമാണ് അത്. അപ്പം മരുഭൂമിയിലാണേലും ദൈവം സാഹചര്യം അനുസരിച്ച് എന്ത് ചെയ്തിരിക്കുക? അവിടെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുക. അവൻ മരുഭൂമിയിൽ ജീവിച്ചെന്നാണ് പറയുന്നത്. വാളും അമ്പുമായിട്ട് അവൻ ജീവിച്ചു. സ്തോത്രം. ആഗാറിനോട് ചോദിച്ചാൽ അടിസ്ഥാനം മറഞ്ഞുപോയി. യജമാനൻ ഒരു തുരുത്തി വെള്ളവും തോളിൽ എടുത്തു കൊടുത്തു വെച്ച് വിട്ടതാ. അപ്പവും തീർന്നോ വെള്ളവും തീർന്നോ ആ ഒരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അടിസ്ഥാനം മറിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ പറയുവാൻ കഴിയണം, യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട്. അടുത്തത്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു, അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു, അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ അവനിതെല്ലാം കാണുന്നുണ്ട്. അവൻ്റെ കണ്ണ് ദർശിക്കാത്തതൊന്നുമില്ല. അവനെ മറച്ചൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവനെ മറച്ച് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവനെ മറച്ച്, സ്തോത്രം, ഹല്ലേലൂയ, അവനെ മറച്ച്, സ്തോത്രം, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ചിലർ വെറുതെ വ്യാജം പറയുന്ന ആളുകളുണ്ട്. എത്ര പേര് ഓർക്കുന്നുണ്ടെന്നറിയത്തില്ല. ഇവിടെ നമ്മുടെ ഒരു ഉപവാസ പ്രാർത്ഥന കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നു. അപ്പോൾ എറണാകുളത്തുള്ള ഒരു ഉണ്ണിപ്പാസ്റ്റർ എന്ന് പറഞ്ഞ പുള്ളിയാണ് വന്നേ. അപ്പോൾ ഉണ്ണിപ്പാസ്റ്റർ എന്ന് പറഞ്ഞൊരു പുള്ളി വന്നേച്ച് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. ഈ ഒരു പുള്ളി എപ്പോഴും ഈ പുള്ളി ചെയ്ത കാര്യം പോലെയാണ് പറഞ്ഞത്. അപ്പോൾ പൈസ മേടിച്ചാൽ കൊടുക്കത്തില്ല. അവസാനം ഈ പുള്ളി വരുന്നത് കണ്ടുകൊണ്ട് തന്നെ വേറൊരാളുടെ കാര്യമാണ് പറഞ്ഞത്. ഒരപ്പച്ചന് ഈ ട്രങ്ക് പെട്ടിയിലാണ് പൈസ വെക്കുന്നത്, ട്രങ്ക് പെട്ടിയിൽ. അപ്പോൾ ആ ട്രങ്ക് പുള്ളി വിശ്വാസിയാണ്. അപ്പോൾ ട്രങ്ക് പെട്ടിയില്ല. ഈ പുള്ളി വരുന്ന കണ്ടുകൊണ്ട് പുള്ളി ആ ട്രങ്ക് പെട്ടി അങ്ങ് മറിച്ചങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഈ പുള്ളി വന്ന് പൈസയൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ ഉദാഹരണം കേട്ടോ. പുള്ളി സത്യം പറഞ്ഞു. പൈസ എന്ത് ചെയ്തു? എന്തോ മറിഞ്ഞു പോയെന്ന്. പൈസ എന്ത് ചെയ്തു? മറിഞ്ഞു പോയി. കാരണം പുള്ളി തന്നെ ട്രങ്ക് പെട്ടി മറിച്ചേച്ച് മറിഞ്ഞു പോയെന്ന് പറഞ്ഞു.
പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ ട്രങ്ക് പെട്ടി മറിക്കുന്നതും നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. അവൻ്റെ കണ്ണ് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം ഞാനൊന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. സ്തോത്രം. അവൻ്റെ കണ്ണുകൾ എന്ത് ചെയ്യുന്നുണ്ട്? സകലതും ദർശിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ കണ്ണുകൾ സകലതും ദർശിക്കുന്നുണ്ട്. അവൻ സകലതും, അവൻ്റെ കൺപോളുകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. ആ, യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു. ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു. ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. സാഹസം ചെയ്യുക, അനുസരിക്കാത്ത അനുഭവം. ഹല്ലേലൂയ. ഞാൻ ഈയിടെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ സ്കൂളിൽ പിള്ളേരുടെ PTA മീറ്റിങ്ങിന് മാതാപിതാക്കൾ ചെല്ലുന്നത് പിള്ളേർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ട്. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയാമല്ല, ഞാൻ പ്രായമുള്ളവരുടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അമ്മ സുന്ദരിയാണെങ്കിൽ പിള്ളേർ പറയും അമ്മ വന്നാൽ മതി, മമ്മി വന്നാൽ മതി എന്ന്. ഇനി മമ്മിയെ കണ്ടാൽ കൊള്ളുകയില്ലെങ്കിൽ എന്ത് ചെയ്യും? പിള്ളേർ പറയും അപ്പം വന്നാൽ മതി എന്ന്. നിങ്ങളാരും ഞാനൊന്നും ഓർത്ത് പറഞ്ഞല്ല കേട്ടോ, എൻ്റെ ഹൃദയത്തിലേക്ക് വന്നങ്ങ് പറഞ്ഞ. കാരണം ഈ തലമുറയ്ക്ക് മാതാപിതാക്കളെ വലിയ ഇഷ്ടമൊന്നുമില്ല. ഹല്ലേലൂയ. അങ്ങനെ വേദന അനുഭവിക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ? കുഞ്ഞുങ്ങളൊരു കോളേജ് ലെവലിലേക്കൊക്കെ ചെയ്യുമ്പം, ഹല്ലേലൂയ, കോളേജ് ലെവലിലേക്കൊക്കെ ചെല്ലുമ്പം സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സംഗതി അങ്ങ് മാറുക, ഇഷ്ടമില്ലാതെ വരിക. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് നല്ല പൊസിഷനൊക്കെ ആണെങ്കിൽ നല്ലതാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് പൊസിഷൻ ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ ചെല്ലുന്ന ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ ബ്ലസ്സി ഉണ്ടായ സമയത്ത് വിശാഖപട്ടണത്ത് അവളെ ഒരു സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു. അവൾ ഞങ്ങളോട് പറയുന്ന എന്നെ വിളിക്കാൻ കാറേ വരണമെന്ന്. അന്നൊന്നും കാറൊന്നുമില്ല, നേച്ചറിലാണ് പഠിക്കുന്നത്. എന്നാലും ഉള്ളിലെന്തുവാ, അന്ന് കാറും വണ്ടിയൊന്നും അധികം ഇല്ലാത്ത കാലമാണ്. അപ്പം വിളിക്കാൻ എന്തോത്തെ വരണം? കാറേ വരണം. അപ്പം അങ്ങനെ ഒരു അവസ്ഥയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഗതി. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണേ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. സ്തോത്രം. ദൈവത്തമ്പുരാൻ വെറുക്കുക. ഞാൻ മുമ്പേ പറഞ്ഞു വന്ന നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും വെറുക്കാൻ ഇടയാകരുത് കേട്ടോ. ഹല്ലേലൂയ. ചിലയിടങ്ങളിൽ മാതാപിതാക്കളോട് വെറുപ്പാണ് മക്കൾക്ക്. അവരും ശ്രദ്ധിക്കണം, അങ്ങനെ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. മാതാപിതാക്കളെ ധിക്കരിക്കുന്ന മക്കൾ, ദൈവം തമ്പുരാൻ അവരോട് വെറുപ്പാണ് കേട്ടോ. ഹല്ലേലൂയ. മാതാപിതാക്കളെ ധിക്കരിക്കുന്നവരോട് ദൈവം തമ്പുരാന് വെറുപ്പാണ്. ഹല്ലേലൂയ. അത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇവിടെ പറയുന്നു ദുഷ്ടനെയും സാഹസപ്രിയനെയും അവനെന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. പല വീടുകളിലും എനിക്കറിയാം, പാകം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അപ്പനോടും അമ്മയോടും മക്കൾക്ക് വെറുപ്പാവും. എത്രയോ വീടുകളിലുണ്ട് അപ്പനോടും അമ്മയോടും വെറുപ്പുള്ളത്. ഹല്ലേലൂയ. ഇക്കാലത്ത് വിൽപ്പത്രം എഴുതിയിട്ടും കാര്യമില്ലെന്നാണ് പറയുന്നത്. വിൽപ്പത്രം എഴുതിയാലും അവകാശമുണ്ടെങ്കിൽ അവരോട് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞൊരു നിയമം വന്നെന്നാണ് പറയുന്നത്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്തോത്രം. 10 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ ഇത് മക്കൾക്ക് 4 മക്കൾക്ക് ഭാഗം ചെയ്ത് കഴിയുമ്പോൾ ഈ 4 മക്കളും അപ്പനും അമ്മയ്ക്കും എതിരാകും. കാരണം കൂടുതൽ കിട്ടിയവനും എതിരാകും. എനിക്ക് ആ താഴത്തെ കണ്ടം കൂടെ വേണേ, ജാതിയുള്ളവരോട് വേണേ തരാമായിരുന്നു, അപ്പം വരാഞ്ഞാന്ന് പറയും. ഇത് ലോകത്തിൽ നടക്കുന്ന ഞാൻ പലരുമായിട്ട് ഇടപെടുന്നതുകൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഒരപ്പൻ എന്നോട് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതെല്ലാം എനിക്ക് വേദനയ്ക്ക് കാരണമായല്ലോ എന്ന്. ഞാൻ ഉണ്ടാക്കിയതെല്ലാം എനിക്ക് വേദനയ്ക്ക് കാരണമായതല്ലോ എന്ന്. അതുകൊണ്ട് സമ്പത്തുണ്ടാക്കുന്നവരും ശ്രദ്ധിച്ചോണം. സ്തോത്രം. ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല, ഇതൊന്നും നിലനിൽക്കുന്നതല്ല. സ്തോത്രം. ദൈവത്തെ ശരണമാക്കുന്നതാണ് ഏറ്റവും വലുതായിരിക്കുന്നത്. അടുത്ത വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിച്ച്. ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർഷിപ്പിക്കും. തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. നേരുള്ളവർ അവൻ്റെ മുഖം കാണും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുക, ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ എന്ത് ചെയ്യും? വർഷിപ്പിക്കും. ഇപ്പോഴും സോദോമിലെ ആ സ്ഥലമുണ്ടല്ലോ, നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം, ഉപ്പാണ് അവിടെ. ഗന്ധകം, സൾഫറുണ്ട്. അതുപോലെ തന്നെ ആ ചുറ്റുമുള്ള സ്ഥലത്തെല്ലാം കൂടെ തീ ഇറങ്ങിയിടത്തുണ്ടല്ലോ, ആ മണ്ണിനകത്തെല്ലാം
ഉപ്പ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. ഉപ്പ് കട്ട പിടിച്ചിരിക്കുക. ചാവുകടലിൽ ആളുകൾ മുങ്ങിച്ചാകുകയല്ല കേട്ടോ. ചാവുകടലിൽ ആളുകൾ മുങ്ങിച്ചാകുകയല്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ സാന്ദ്രത, ഡെൻസിറ്റി കൂടുതലാണ്. കാരണം അങ്ങോട്ട് താഴുകയല്ല. കാരണം എന്താ, സോദോമിൻ്റെയും ഗോമോറയുടെ മേലും ദൈവത്തിൻ്റെതായ എന്താണ് സ്തോത്രം, കോപം ചൊരിഞ്ഞതാണ്. ദുഷ്ടന്മാരുടെ മേൽ അവൻ എന്തു ചെയ്യും? കെണികളെ വർഷിപ്പിക്കും. ദൈവത്തിൻ്റെ കോപം ചൊരിയുന്ന അനുഭവം. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ സ്തോത്രം, നമ്മൾ ദൈവഭാഗത്ത് വന്നാൽ ശാപങ്ങൾ നിലനിൽക്കത്തില്ല. എത്രയോ കുടുംബങ്ങളിൽ ശാപങ്ങൾ നിലനിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ നിന്ന് നമ്മൾ ദൈവഭാഗത്തേക്ക് വന്നാൽ മാത്രമേ നമ്മൾ രക്ഷ പ്രാപിക്കത്തുള്ളൂ. മനസ്സിലാക്കണമേ. സ്തോത്രം. അവിടെ പറയുകയാണ്, തീയും ഗന്ധവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരി ആയിരിക്കും. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. നേരുള്ളവർ അവൻ്റെ മുഖം കാണും. നേരുള്ളവർ. സ്തോത്രം. നമുക്ക് വലിയ കഴിവില്ലേലും നമ്മൾ നേരും സത്യവുമായിട്ട് ജീവിക്കണം. നേരുണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ മുഖം കാണാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകലിൽ ദൈവങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. നമ്മുടെ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ, അടിസ്ഥാനം അറിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ, പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ കർത്താവിനെ ശരണമാക്കിയാൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ സഹായിക്കും. ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ഒന്ന് ശരണമാക്കാമോ? കേട്ട വചനത്തിന് മുമ്പിൽ നമ്മൾ കർത്താവിനെ ഒന്ന് ശരണമാക്കാമോ? ഹല്ലേലൂയ. നമ്മുടെ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ കർത്താവെ നമ്മെ സഹായിക്കാനുള്ളൂ. നമ്മുടെ വേദനയുടെ മധ്യത്തിൽ, നമ്മുടെ രോഗത്തിൻ്റെ മധ്യത്തിൽ, നമ്മുടെ കടഭാരത്തിൻ്റെ മധ്യത്തിൽ ഒക്കെ സഹായിക്കുന്ന ഒരുവനുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അടിസ്ഥാനം മറിഞ്ഞു പോകുമ്പോൾ എൻ്റെ ദൈവം സ്വർഗത്തിൽ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി അവൻ്റെ കരം നീട്ടുവാനിടയായിത്തീരും. സ്തോത്രം. നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.